അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. പോലീസ് അല്ലല്ല കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പൊ ഇലക്ഷൻ പരാതി കൊടുത്തു. ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കില്ലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ചാൽ തെറ്റാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുന്നത്. അത് പോലീസ് ഉപയോഗിച്ച്. അതിൻ്റെ അത് ഒന്നുമില്ല. ജോണി ലൂക്കോസായിട്ട് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. രക്തം കേൾക്കണമെന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്തും സംസാരിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യാണ്, നിങ്ങളെല്ലാം റിമൂവ് ചെയ്യാണ്. ഞാൻ പറയില്ല, എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പ്ലീസ് ഞാൻ പറയല്ലേ മറുപടി, പ്ലീസ് ഞാൻ പറയല്ലേ, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ. എൻ്റെ അടക്കമുള്ള എല്ലാം റിമൂവ് ചെയ്യാണ് മുഖ്യമന്ത്രിമാരുടെ പലരും. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ? അല്ല, അത് അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഞാൻ ജോണി ലൂക്കോസിന് കൊടുത്ത ഇന്റർവ്യൂ നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്നു. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. എന്റെ ഇന്റർവ്യൂ അത് അവരെന്തൊക്കെ പറയാം. ഒരു അപ്രഖ്യാപിതമായ രീതിയിലാണ്. കാരണം മെറ്റയുടെ പോളിസി ചേഞ്ച്, മെറ്റ പ്രധാനമന്ത്രിയോട് മാപ്പ് പറഞ്ഞുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇത് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തെലങ്കാനയിലെ കാര്യം പറഞ്ഞത്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളിത് റിമൂവ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ അവർക്ക് പരാതി അയക്കി, നമ്മളും പറയാം, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന സംഭവങ്ങൾ പോലും പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് വന്നാൽ അല്ലെങ്കിലും പറയല്ലേ. അല്ലല്ല, പോലീസ് ഇതുമായിട്ട് യാതൊരു അല്ല അത് അവർ ചെയ്യുന്നതല്ല, അവിടെ നിന്ന് ചെയ്യുന്നതല്ല. അവരോടാണ് നമ്മൾ ആവശ്യപ്പെടുക. അവരാണ് ഇതിന്റെ അതോറിറ്റി, അവർക്ക് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ സർക്കാർ ഇടപെടാന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടി വേണം, നിങ്ങൾ നീക്കം ചെയ്ത ആളുകൾ പരാതി കൊടുക്കണം. കാരണം നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി ഇത് നീക്കം ചെയ്ത സ്ഥാപനങ്ങളാണ്. അവര് പരാതി കൊടുക്കണം. അവര് പരാതി കൊടുത്താലേ നിലനിൽക്കുള്ളൂ. നമ്മൾ അതിന് പിന്തുണ കൊടുക്കുക. എന്റെ ഇടയ്ക്ക് എന്നെ വിമർശിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റുകളടക്കം തിരിച്ചിടണം എന്നുകൊണ്ട് നമ്മൾ കത്ത് കൊടുക്കുക. ഒരു പ്രശ്നമില്ല. അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നായാലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ആർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിലിരുന്നു. സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും.
എല്ലാവരും ചോദിക്കാൻ അവസാനം പറയാം. കത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞു. താങ്കൾ ഇതുവരെ പ്രതികരിക്കണം. സ്കൂളുകളിലൊക്കെ ഇതിന് മത്സരം നടക്കാണ്, സമ്പൂർണ്ണമായി ആരംഭിക്കണമെന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ് ഗ്രൂപ്പുകൾ എടുക്കുന്നത് സംബന്ധിച്ച മെസ്സേജ്. അപ്പൊ ഇങ്ങനെ ഒരു കത്ത് വന്ന സമയത്ത് തന്നെ താങ്കൾക്ക് ഇതിന് ഒരു കൃത്യത വരുത്തിയിരുന്നെങ്കിൽ, വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ സ്കൂളുകളിലടക്കം ഉണ്ടാവുമായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ കത്ത് സ്വാഭാവിക പുറത്തു വന്നു, പല ഉദ്യോഗസ്ഥന്മാർക്ക് പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവിക ഒരു ആശയക്കുഴപ്പം ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാവില്ലേ, ഇത് മുഴുവൻ പാടിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15-ാം തീയതി അത് വളരെ വ്യക്തമാവും സർക്കാരിൻ്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയണത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDF-നും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അത് വിശദമായി അന്വേഷിക്കുക. കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. വളരെ ഗൗരവതരമായ പരാതിയാണ് അത് സംബന്ധിച്ച് അത് കിട്ടിയിരിക്കുന്നത്. ഗൗരവത്തോടുകൂടി അന്വേഷിക്കുക. നമ്മളത് പാർലമെന്റിൽ ഇപ്പോൾ ലോക്സഭ അത് പാസ്സാക്കി. നമ്മൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യസഭയിൽ വരും പ്രതിഷേധിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിഷേധം നമ്മൾ അറിയിക്കും. പിന്നെ അത് പാസ്സായി ആക്ട് ആയി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മെയിൻ പരാതി സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള എൻക്രോച്ച് ആണെന്നാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ യൂണിയനാണ് അധികാരം നിയമനിർമ്മാണത്തിന്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനാണ് അധികാരം. കൺകറന്റ് ലിസ്റ്റിൽ 2 പേർക്കും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട 18 ഭൂമിയുടെ അധികാരം. ഷെഡ്യൂളിൽ 18. അതിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. അപ്പം നമുക്ക് ഭരണഘടനാപരമായ ഒരു ഭരണഘടനാ ലംഘനം കൂടിയാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിന്റെ ഉള്ള അധികാരത്തിന്റെ, സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിന്റെ ലംഘനം കൂടിയാണ്. അപ്പം നമുക്ക് അവർ പാസ്സാക്കിയാൽ നമ്മൾ അതിനു മുമ്പ് രാഷ്ട്രീയമായ എതിർപ്പ് അറിയിക്കും, സ്റ്റേറ്റിന്റെ എതിർപ്പ് നമ്മൾ അറിയിക്കും, എന്തെങ്കിലും നിയമപരമായ മാർഗങ്ങൾ തേടും. അല്ല, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് സാധാരണഗതിയിൽ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. ഒരു കുറവും വരുത്തില്ല. That I don't know. I am not aware about that. No, I will check. For what? Delimitation. We have a stand. Congress and India Front have taken a stand. That is the same stand we have, political stand. ഞങ്ങളൊക്കെ ലാസ്റ്റ് വീക്കിലാണല്ലോ UDF യോഗം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിലാണ് ചർച്ച വെച്ചിരുന്നത്. അപ്പോഴാണ് ഈ ഫ്ലഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അത് നമ്മൾ ഈ ആഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചു. നമ്മളെ ചർച്ചകൾ തുടങ്ങി. ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയിട്ടേ. പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ വാർത്ത ഇടുവാണ്. അത് ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേക്കൻസി ഇല്ലാതെയാണ് അത് ചെയ്തത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സമരം നടക്കുന്നുണ്ടല്ലോ, LPST മറ്റേ UPSC സമരം. അവരിപ്പോ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചതാണ്.
അതിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയോ? അതായത് 500 വേക്കൻസി ഉള്ള സമയത്താണ് ഇത് ഈ PSC ഇത് ചെയ്യുന്നത്. PSC പരീക്ഷ നടത്തി ഇത് ചെയ്യുന്നത്. 15,000 പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 500 വേക്കൻസി. 500 വേക്കൻസിയുടെ സ്ഥിതി എന്താണെന്നറിയോ? അപ്പോൾ ഈ 500 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിവിഷൻ ഫോൾ 1131 ഉണ്ട്. അതായത് ഡിവിഷൻ ഫോളിലൂടെ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരുടെ എണ്ണം അപ്പൊ 1131 1131 വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, വേക്കൻസി ഇല്ലാത്ത. അപ്പോഴാണ് 500 അപ്പൊ 500 വേക്കൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 631 പോലും ഇല്ല. മനസ്സിലായില്ലേ? അതായത് ഈ 1131 വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡിവിഷൻ ഫോൾ ഉള്ളപ്പോ വേക്കൻസി ഇല്ല. ശരിക്ക് വേക്കൻസി ഇല്ല. കാരണം ഈ 500 കഴിഞ്ഞാലും വീണ്ടും 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. നിലവിലുള്ള 500 വേക്കൻസിയും പിന്നെ 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. ആ സമയത്താണ് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് 15,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പരീക്ഷ നടത്തുന്നത് തന്നെ ശരിയാണോ? ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്താമോ? ഇല്ലാത്ത വേക്കൻസിയിലാണ് ആ പരീക്ഷ നടത്തിയത്. ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്തി. ഇപ്പൊ ഈ ഗവൺമെന്റ് ആണ് എന്റെ തലയിലായി അത് ഇല്ലേ, നമ്മുടെ മുമ്പിലായി. അപ്പൊ നേരത്തെ 1:4